ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കണത് ഞാനിപ്പോൾ ഒരു ഇതെല്ലാം എനിക്കിവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, വണ്ടിക്കാശൊക്കെ ഇവിടുന്ന് തരും, ശമ്പളമൊന്നും മേടിക്കത്തില്ല, പക്ഷെ അങ്ങനെ ശുശ്രൂഷ ചെയ്തു പോവുകയാണ്. എനിക്കൊരു കുറവൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ സമയത്ത് ചിലയിടത്ത് തരുന്ന കാശുകൾ ആരെങ്കിലും തന്നാൽ ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയുമോ? ഞാൻ പഠിക്കണ കാലത്ത് എന്നെ സഹായിച്ച കുറേ പേരുണ്ട്. അതാണ് വിഷയം. അവർ വല്ലപ്പോഴുമൊക്കെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ വയസ്സായ ആൾക്കാരെ കാണും. അപ്പോൾ അവർക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കും. അത് ചോദിക്കണമെന്നില്ല, അവരങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. അച്ഛനോട് സംസാരിക്കണ പോലും അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ അവരെ വണ്ടിയിരുന്ന് വിളിച്ച് വരുത്തി കൊടുക്കും. അതെന്താ കാര്യം? ധർമ്മം. അത് നമ്മുടെ നീതിയാണത്. നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ എത്താൻ വേണ്ടി ഏണിച്ചാരി വെച്ച് തന്ന ഒത്തിരി ജന്മങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർക്കണം. അപ്പം നിങ്ങളെ ഏതെങ്കിലും ഒരു കാലത്ത് സഹായിച്ച ആൾക്കാരെ നമ്മൾ തിരിച്ച് സഹായിക്കണം. അത് ധർമ്മമാണ്, നീതിയാണത്. നീതികേട് കാണിക്കരുതൊരിക്കലും. അപ്പം നീതികേട് എപ്പോഴും പറയണത്. അപ്പം ആദ്യത്തെ നീതി അമ്മയോടും അപ്പനോടും തന്നെയാണ്. ഒരു സംശയമില്ലല്ലോ ആ കാര്യത്തെ. വല്ല സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. കാര്യം നമ്മുടെ പല ഓർമ്മയില്ലാത്ത കാലത്തും അവരാണ് നമുക്ക് ഓർമ്മയില്ലല്ലോ. നമുക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ അവർ നമുക്ക് വേണ്ടി ചെയ്തത് ദൈവം മറന്നു പോവുക. അപ്പോൾ ഒരിക്കലും അപ്പനോടും അമ്മയോടൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. അവർ നിങ്ങളെ എന്ത് പറഞ്ഞാലും മിണ്ടരുത്. കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് ഇന്ന് നിങ്ങളുടെ കാലിലിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരതിനുവേണ്ടി ഉറക്കം നിന്നതിൻ്റെ കണക്കുണ്ട് അവരുടെ കയ്യിൽ. അവരതൊന്നും പറയാൻ വന്നില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കണത് ധർമ്മമാണ്. അത് ചെയ്തില്ലെങ്കിൽ അധർമ്മമാവും. അധർമ്മം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്നേഹം തണുത്തു പോകും. അത് ഭയങ്കര നിസ്സാരമാണ്. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, തൻ്റെ മുമ്പാകെ വിശുദ്ധി മാത്രം പോരാ, പിന്നെ എന്താണ്? നീതി വേണമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. തൻ്റെ മുമ്പാകെ വിശുദ്ധിയിലും നീതിയിലും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഈ ലോകത്ത് ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന മുമ്പ് കുറേ ട്രയൽ ആൻഡ് എററൊക്കെ ഉണ്ടാവും വിശ്വാസത്തിൽ. പക്ഷെ ആ ട്രയൽ ആൻഡ് എററിലൂടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദൈവത്തെ മിസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം നോക്കണം. ദൈവവും വിഷയവുമായിട്ട് കണക്ട് ചെയ്യരുത്. ഈ ഉടമ്പടിക്കാരുടെ ഒരു മിസ്റ്റേക്ക് ഞാൻ നോക്കിയിട്ട് അവർ ഇൻറ്റൻഷനെയും ഫെയ്ത്തുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്കറിയാവില്ല, ഇൻറ്റൻഷൻ ബൈ ഇറ്റ് സെൽഫ് ഈസ് അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്താണ്? ജീസസ് ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്. ഈ നമ്മൾ ജീവിത പ്രതിസന്ധികളിലൂടെ ദൈവത്തെ അവലംബിച്ചുകൊണ്ട് നേടാൻ ശ്രമിക്കുന്നതിൻ്റെ അവസാനത്തിൻ്റെ പേരെന്താണ്? ജീസസ് ക്രൈസ്റ്റ്. അവസാനം എന്താ? ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പല നേട്ടങ്ങൾ നേടിയാലും ഈ നേട്ടങ്ങളെല്ലാം യൂസ് ആൻഡ് ത്രോ ആൻഡ് വേസ്റ്റ് ആൻഡ് ഫയറാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ഇതൊന്നും ഈ തീ പിടിക്കാത്ത ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത് നീ ക്രിസ്തുവിൽ നേടിയ കൃപകൾ മാത്രമാണ്. അതുകൊണ്ട് നീൻ്റെ ഈ അനുഗ്രഹം നേടാൻ വേണ്ടിയുള്ള പാച്ചിലിൽ ക്രിസ്തുവിനെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കൃപമതിയെ സന്തോഷത്തിന് പാടുക. കൃപമതി, കൃപമതി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ ജോമേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് തട്ടിയെങ്കിലും കർത്താവിൻ്റെ രീതി അനുസരിച്ച് കർത്താവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. പിന്നീട് റിസൾട്ട് വന്നപ്പോൾ എന്താണ് അവൾക്ക്
94% മാർക്കാണ് ഉള്ളത്. എന്ത് ചെയ്ത് ഈ സെൻറ്റ് ജോൺസിൽ തന്നെ ഈശോ അവർക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും. കാര്യം എന്താണ്? അവളോട് സംസാരിക്കാൻ ആ പ്രായത്തിൽ അങ്ങനെ സംസാരിച്ചാലും മനസ്സിലാകത്തുള്ളൂ. അതാണ് വിഷയം. അവളുടെ പ്രായത്തിന് അങ്ങനെ സംസാരിച്ചാലേ അവൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആ പിടിവാശിയിൽ കർത്താവ് നിന്ന് കൊടുത്തു. ആ പറഞ്ഞ കോളേജിൽ തന്നെ അഡ്മിഷൻ കൊടുത്തു ശരിക്കും. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ട് വന്നിരിക്കുന്ന സാധനം ഈ വണ്ടി ഉള്ളിടത്തോളം കാലം തന്നെ നിലനിൽക്കും. അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിരന്തരമായൊരു, അതായത് ഇനി ഇതിൻ്റെ ഒരു മാർഗം, വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഒരു തട്ടുകേട് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ദൈവത്തിന് ഒരു കോൺഫിഡൻസ് അല്ലെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യണത് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ പ്രോജക്റ്റ് എടുക്കണം. അതേ ഇതിൻ്റെ മാർഗമുള്ളൂ. ഞാനൊരു ആധ്യാത്മിക ശുശ്രൂഷകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് നൽകുന്നൊരു ഉപദേശമാണ്. ഇൻ കേസ് എവിടെയെങ്കിലും ഇതുപോലെ നിങ്ങൾ വല്ല പൊട്ടത്തറയും വിളിച്ച് പറഞ്ഞ് വിശ്വാസം വണ്ടി ഡാമേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളൊരു മാർഗമെന്ന് പറയണത് നമ്മൾ ദൈവത്തോട് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം ഈശോ പറയണത് എന്താ പറഞ്ഞത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. മനസ്സിലായ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങളുടെ വീട് വലിയ ബംഗ്ലാവ് പോലെ ഇരിക്കുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ്? നിങ്ങൾ സൗഖ്യമായി കണ്ടെത്തുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ സൗഖ്യത്തിനും വീടിനും ജോലിക്കും ജീവിതത്തിനും അപ്പുറത്ത് ദൈവം കാണുന്ന തിരുശേഷിപ്പുണ്ട്. അതാണ് വിശ്വാസം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വരുമ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 18:8. ഇത് വളരെ സൂക്ഷിക്കണം. ഇന്നത്തെ ഒരു തീമാണിത്. ലൂക്കാ 18:8 എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ ഫലങ്ങളല്ല ചോദിക്കണത്. വീട്, ജോലി, വിവാഹം, നിങ്ങളുടെ PR പെൻഷൻ, ഇങ്ങനെയുള്ള പരിപാടികൾ അതൊന്നും അല്ല ചോദിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ഇങ്ങനെ ഒന്നുമില്ലാതെ ഒന്നും നേടാതെ അവശേഷിക്കുന്ന വിശ്വാസത്തിന് എല്ലാം നേടിയതിനേക്കാൾ വിലയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് പാടാം, സന്തോഷത്തോടെ പാടാം. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്ന പോൽ വിശ്വസിച്ചിരിക്കും കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്ന പോൽ വിശ്വസിച്ചിരിക്കും കർത്താവേ. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. ആദ്യമായി എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രീത. ഞാൻ ഇരിഞ്ഞാലക്കുട ഊരകം എന്നുള്ള സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി 20 തീയതി 2025 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു തുടങ്ങിയിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു, ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥിരമാവാൻ വേണ്ടി. പക്ഷെ എനിക്ക് അത് തമ്പുരാൻ തന്നില്ല. പിന്നെ ശമ്പളം കുറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ജീവിക്കാനൊരു ഇത്തിരി ബുദ്ധിമുട്ടായി. മക്കളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോവാതെയായി. അപ്പം ഞാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അന്നൊന്നും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല.
അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് 2 റിജക്ഷൻ വന്നു. അങ്ങനെ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു, മോൻ പോയി ഉടമ്പടി എടുക്ക്, മാതാവ് എല്ലാം സാധിച്ചു തരും, എന്തോരം സാക്ഷ്യങ്ങൾ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം വന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നിയില്ല. ഞാൻ തിരിച്ചു പോയി. അങ്ങനെ വീണ്ടും 3ാമത് വെച്ചു. അത് പകുതിക്ക് വെച്ച് ബ്ലോക്കായി. അങ്ങനെ ഒത്തിരി പൈസ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, പോയാലോ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൊണ്ട് ഇവിടെ വന്നു. ഞാനങ്ങനെ ജനുവരിയിൽ 20-ാം തീയതി 2025 ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. അങ്ങനെ ഞാൻ BLSൽ ഡേറ്റിന് അപ്ലൈ ചെയ്തു. എനിക്ക് വേഗം ഡേറ്റ് കിട്ടി. 45 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ BLSൽ വിളിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, അച്ഛൻ ഇവിടെ മാതാവിനെ കണ്ട ജോസച്ചൻ എൻ്റെ പാസ്പോർട്ടുമേ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ വിസ കിട്ടും, ഇനിയൊരു റിജക്ഷൻ അതിലുണ്ടാവില്ല എന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഭയങ്കര വിശ്വാസമായി. അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ വന്ന് ഞാൻ ബ്രദറിനെ കണ്ടു. ഓഫീസിൽ വന്ന് ബ്രദറിനോട് ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് ഏജ് 44, ഏപ്രിലായ 45 ആയ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല, ആ രാജ്യത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, മോനെ ഉടമ്പടി പുതുക്കണം, 90 ദിവസം കഴിയാതെ അച്ഛനെ കാണാൻ പറ്റില്ല. അങ്ങനെ ബ്രദർ തീർത്ത് പറഞ്ഞു. പക്ഷെ ഞാൻ 4:15 ട്രെയിനാണ് പോകുന്നത്. ആ ട്രെയിനിൽ മുഴുക്കം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ പാസ്പോർട്ട് അച്ഛനെ ഒന്ന് തൊടിയിക്കാൻ എനിക്ക് സാധിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടാണ് ഇവിടെ വന്നത്. അവസാനം ബ്രദർ എല്ലാവരും ഒരുവിധ ആൾക്കാരെ കണ്ടു കഴിഞ്ഞ് ബ്രദർ എന്നെ വിളിച്ചു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, ഉടമ്പടി പുതുക്കിയിട്ട് പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ എനിക്കിനി ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ടോക്കൺ തന്നു അച്ഛനെ കാണാനായിട്ട്. ഞാൻ പാസ്പോർട്ടുമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ BLSൽ ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഫയലുകളൊന്നുമില്ല. കാരണം അവർ ഏജൻസി നമുക്ക് അവിടെയാണ് ഫയൽ കൊണ്ടുവന്നത് തന്നെ. എൻ്റെ BLS ബാംഗ്ലൂരായിരുന്നു. ഞാൻ എൻ്റെ മകനെയും കൂട്ടി പോയി. അവിടെ ഞങ്ങൾ 6:15 വെളുപ്പിന് 6:15 എത്തി. 6:20 ആയപ്പോൾ BLSൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഓഫീസേഴ്സ് ആരും വന്നിട്ടില്ല. അപ്പോൾ സെക്യൂരിറ്റി വന്നു തുറക്കാൻ വേണ്ടിയിട്ട്. അത് തുറന്ന് അവിടെ ഞങ്ങൾ നിന്നു. എന്നോട് 8:30 ഫയലുമായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ആരെയും കണ്ടില്ല. 9:30 ആരുമില്ല. എൻ്റെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 12:30 12:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ BLS ഭയങ്കര സ്ട്രിക്റ്റാണ്, നമുക്ക് പിന്നെ കയറ്റില്ല. അങ്ങനെ 12:30 കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, എനിക്ക് ഫയലും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട്, ഒരു പാസ്പോർട്ടും കൈപ്പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു 2:30 ആയപ്പോൾ ഒരു മനുഷ്യൻ വരാണ് ഫയലൊക്കെ ആയിട്ട്. ആളെൻ്റെ കയ്യിൽ ഫയലുകളൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഇല്ല. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, ചെയ്യാൻ പറ്റില്ല, 3 മണി വരെ BLS ഉള്ളൂ, തിരിച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരിങ്ങാലക്കുട വരെ ബാംഗ്ലൂർ വരെ ചെന്ന ആൾ തിരിച്ചു പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി. അന്ന് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അമ്മയുടെ, ഞങ്ങൾക്ക് അന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ ബാക്കിലൊരു പ്രയറും ഫ്രണ്ടിലൊരു കാശുരൂപമായിട്ടുള്ള ഒരു ലോക്കറ്റാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. ആൻറ്റി ഞാൻ ആ ഒരു കാശുരൂപം കുറേ പ്രാവശ്യം മുത്തി ആ പ്രാർത്ഥന ഞാൻ എത്തിച്ചുകൊണ്ടിരുന്നു, ഈ ഫയലും കൈ പിടിച്ചിട്ട്. അപ്പോൾ അയാൾ വേഗം പോയിട്ട് എനിക്ക് ഇൻഷുറൻസിൻ്റെ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തന്നു. അങ്ങനെ ഞാൻ സെക്യൂരിറ്റിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, കയറാൻ പറ്റില്ല, എല്ലാവരും ഓഫീസേഴ്സൊക്കെ വീട്ടിൽ പോയി, ഇവിടെ ആരും ഇല്ല, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി എനിക്ക് സങ്കടം വന്നു, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പം മുകളിലൊരു ഓഫീസർ ഇരിക്കുന്നുണ്ട്. ആൾ ഈ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞു, ഇവിടെ കുട്ടി പോകുന്നില്ല, ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അവിടെ സെക്യൂരിറ്റിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് മാനേജർ ചോദിച്ചു, ഇയാളുടെ ടൈം എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 12:30 എൻ്റെ ടൈം, പക്ഷേ എൻ്റെ ഫോൾട്ടാണ്, എനിക്ക് ഫയൽ കിട്ടിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഇനി ചെയ്യാൻ പറ്റില്ല, ആ രാജ്യത്തേക്കുള്ള വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നിന്ന് വീണ്ടും ഞാൻ കാശുരൂപം കൈ പിടിച്ച് ഫയലിന് കൂട്ടിപ്പിടിച്ച് ഞാൻ അമ്മോട് ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് വേറെ വഴിയില്ല. കാരണം ഇനി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം എൻ്റെ വയസ്സ് 45 ആവും, എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ഒരാൾ എൻ്റെ പേര് വിളിക്കണു. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയും ഫയൽ കൈ പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് എൻ്റെ പേര് വിളിച്ചു. എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ കയറി പോകാൻ പോയപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അമ്മ എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ അവിടെ അകത്ത് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി, അകത്ത് വിളിച്ചു എന്ന്. ഞാൻ കയറി ചെല്ലുമ്പോൾ അകത്ത് എല്ലാ കസേരയുമേ ഒരാളും ഇല്ല, ഒരു മനുഷ്യൻ അവിടെ ഇല്ല. ഈ കൊച്ചും എൻ്റെ പിന്നാലെ കയറി പോന്നിട്ടുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായ കുട്ടി. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്, ഇങ്ങനെ ഫയലും കൈ പിടിച്ച് മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നല്ല ഭംഗി ഉണ്ടായിട്ടൊരു, ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു 20-22 വയസ്സുണ്ടാവുള്ളൂ, നല്ല ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടി, നല്ല ഭംഗിയുണ്ട്. ആളിങ്ങോട്ട് വന്നിട്ട് എൻ്റെ പേര് വിളിച്ചു. അങ്ങനെ എന്നെ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ കുട്ടി എൻ്റെ പിന്നാലെ വന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ഈ ഫയലൊക്കെ ആ കൊച്ചു വാങ്ങിച്ചു.
എന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അവിടെ നമ്മൾ പൈസ കെട്ടണം, ആ പൈസ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്കൊരു പേപ്പർ തിരിച്ച് റിട്ടേൺ തരാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല, ഇത് റിജക്ഷൻ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി കാശ് കൊടുത്തു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പേപ്പറിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും തെളിയില്ല. പിന്നെ ഞാൻ എൻ്റെ നെയിം എന്നുള്ള സ്ഥാനത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എം ആ കിടക്കുന്നത്, എൻ്റെ പേര് പി എന്നാണ് ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആളുടെ കയ്യിൽ ഞാൻ തിരിച്ചു കൊടുത്തു, ആ മോളുടെ കയ്യിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് മൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആളത് തിരിച്ച് വാങ്ങിച്ചിട്ട് ചോദിച്ചു ആരാ മഞ്ജു എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കുട്ടിയുടെ പേരാ മഞ്ജു എന്ന്. എനിക്ക് ആ കുട്ടീനെ അറിയില്ല. അതുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ എല്ലാ ഫയലും വാങ്ങിച്ച് അത് സൈൻ ചെയ്ത് എൻ്റെ ക്യാഷ് കെട്ടി എനിക്ക് റെസിപ്റ്റ് തിരിച്ചു തന്നു. ശരിക്കും അമ്മ മാതാവാണ്, അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. എൻ്റെ 44 വയസ്സിനിടയ്ക്ക് ആദ്യമായിട്ട് ഞാൻ മാതാവിനെ അനുഭവിച്ചതാണ്. എൻ്റെ അനുഭവമാണത്. അതുമോണം എനിക്ക് വേറൊരു സാക്ഷ്യമുള്ളത്, എൻ്റെ ആങ്ങളയുടെ അടുത്ത് 2 കൊല്ലമായിട്ട് മിണ്ടാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാൻ ഇന്നലെ പോയി എൻ്റെ ആങ്ങളയുടെ അടുത്ത് സംസാരിച്ചു. അവൻ എന്നോട് സംസാരിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി. അതുപോലെ ഞാൻ കാരുണ്യപ്രവൃത്തികൾ, ഞാൻ സോഷ്യൽ വർക്ക് ഒത്തിരി ചെയ്യാറുണ്ട്. ഏതെങ്കിലും വീടുകളിലൊക്കെ അമ്മമാരുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കും. ഞാൻ അവരുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഭക്ഷണം എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ അവിടെ അടുത്ത് സിസ്റ്റേഴ്സിൻ്റെ ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഞാൻ അമ്മമാരുടെ അടുത്ത് പോകും. അവർക്ക് 4 മണിക്ക് പലഹാരമൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അവർ ഒരു മോളെ പോലെയാണ് എന്നെ കരുതാറ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഞാൻ പത്രത്തിൽ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പത്രത്തിൽ കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് അന്നത്തെ ദിവസം ചെന്നിട്ട് ഞാൻ ഓരോ പത്രം എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം എത്തിച്ച് തൈലം അതിൽ കുരിശ് വരച്ചിട്ട് പിറ്റേ ദിവസം തുടങ്ങി ഞാൻ പത്രം കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോ. എന്ത് വിഷമമുണ്ടെങ്കിലും മാതാവ് കണ്ണ് നിറയാൻ അനുവദിക്കില്ല, നിങ്ങൾ പൊക്കോളൂ കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. അതുമോണം എല്ലാവരെയും സഹായിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും കുർബാന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. പിന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മുടങ്ങിയിട്ടില്ല. എവിടെ പോയാലും ഞങ്ങൾ തിരിച്ചു വന്ന് കുടുംബ പ്രാർത്ഥന എത്തിക്കാറുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായാണ് ഞാൻ മാതാവിനെ അനുഭവിച്ചത് 44-ാമത്തെ വയസ്സിൽ. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി സോജൻ, കണ്ണൂർ ജില്ലയിൽ വായട്ടറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് അമ്മയിൽ നിന്നും കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 12/9/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ചേച്ചിയും ചേട്ടനും പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് ആദ്യമായി സാധിച്ചു കിട്ടിയത്. ഞങ്ങൾ വെള്ളത്തിന് വേനലായി കഴിയുമ്പോൾ വെള്ളമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴൽക്കിണർ അടിക്കാമെന്ന് തീരുമാനിക്കുകയും കുഴൽക്കിണറിന് സ്ഥാനം കാണുകയും സ്ഥാനം കണ്ടപ്പോൾ സ്ഥാനക്കാരൻ പറഞ്ഞു 260 മേളിലേക്ക് വെള്ളം നോക്കിയാൽ മതി, വെള്ളം സംശയമാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അത് പറഞ്ഞെങ്കിലും വെള്ളം അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വെള്ളം കുഴൽക്കിണർ അടിക്കാൻ തുടങ്ങി. 80 അടിയിൽ വെള്ളം കണ്ടു. അപ്പോൾ ഇത് അടിക്കാൻ വന്ന സമയം മുതൽ തിരി കത്തിച്ച് വെച്ച് ഞാനും അമ്മയും കൊന്ത ചെല്ലുകയായിരുന്നു. കൊന്ത ചെല്ലി 4ാമത്തെ കൊന്ത തീർന്നപ്പോഴേക്കും ആണ് ഈ 80 അടിയിൽ വെള്ളം കണ്ടു എന്ന് പറഞ്ഞ് ചേട്ടായി കയറി വരുന്നത്. അപ്പോൾ ആ വെള്ളം കണ്ടതല്ലേ ഉള്ളൂ, വെള്ളം നന്നായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ലതായിട്ട് ചീറ്റി വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവർ ചോദിച്ചു ഇനി അടിച്ചുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അതടിച്ച് 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇനി അടിക്കണ്ടെന്ന്. അപ്പോൾ ചേട്ടായി പറഞ്ഞു വെള്ളം ഇനി ഒരിക്കലും പറ്റരുത്, അതിനുവേണ്ടി അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 130 അടി ആയപ്പോഴേക്കും നിലയ്ക്കാത്ത വെള്ളം കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇനി അടിക്കാൻ പറ്റത്തില്ല ചേട്ടാ, ഈ നാട്ടിലെ വെള്ളം മുഴുവൻ പറ്റിയാലും നിങ്ങളുടെ വെള്ളം പറ്റില്ല എന്ന്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് 25 വർഷമായി എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട്. തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയത് 50 mgയുടെയാണ്. ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും 50 പോയി, 75 പോയി, 100 പോയി, 150 വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ തൈറോയിഡിനൊരു മാറ്റവും ഇല്ലായിരുന്നു. കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ചാടി എഴുന്നേക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗുളിക കഴിച്ചാലും കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നിട്ട് ഒരിക്കൽ ഡോക്ടർ എല്ലാ മാസവും പോയി മിക്കപ്പോഴും തന്നെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 14 mg വലിപ്പത്തിൽ ഒരു മുഴയുണ്ട്,
ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ അത്രയും നല്ലതെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് ഞങ്ങൾ അന്ന് മംഗലാപുരത്തൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ മംഗലാപുരത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതും കൊണ്ടുപോകാം, നമുക്ക് ഇന്ന ഡേറ്റിൽ 7 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു വിട്ടേ. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ റെഡിയായി നിങ്ങൾ വന്നേര് എന്ന് പറഞ്ഞാൽ വിട്ടേ. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് 7 ദിവസം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1.5 മാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി പോയി നോക്കാമെന്നും പറഞ്ഞ് ചെന്നത്. അപ്പോൾ അന്നേരം അവർ ഗുളിക കണ്ടിന്യൂ ചെയ്യും, നമുക്ക് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ 17 ദിവസത്തേക്കുള്ള ഗുളിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 17 ദിവസം ഞാൻ ഗുളിക കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ ഗുളിക കഴിച്ചില്ല. ഞാൻ ഗുളിക നിർത്തി എന്നുള്ളത് മക്കളോടും പറഞ്ഞില്ല, എൻ്റെ ജീവിത പങ്കാളിയോടും ഞാൻ പറഞ്ഞിരുന്നില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ നിർത്തുക ചെയ്തേ. അപ്പോൾ ഗുളിക മേടിക്കണ കാര്യം പറയണേ. ഇപ്പോൾ ഇടയ്ക്ക് എന്നോട് ചേട്ടായി ചോദിച്ചു നീ ഗുളിക കഴിക്കണില്ലേ, മേടിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഗുളിക ഉണ്ട്, ഗുളിക മേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ തൈലം തൊട്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല, ജീവിക്കുന്ന വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്ന ആ വചനം എപ്പോഴും ഞാൻ ഉരുവിടുമായിരുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ മരുന്ന്. അത് ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇത് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഉടമ്പടിയിൽ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയുമായിരുന്നു, മാതാവേ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തൊന്ന് വരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ച് ഒരാഴ്ച കഴിയണേക്ക് മുമ്പ് തന്നെ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ തട്ടി ഉണർത്തുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ അന്നേരം ഉറക്കത്തിലാണെന്നുള്ള ബോധം എനിക്കില്ലായിരുന്നു. ഞാൻ കൈ തട്ടി മാറ്റുമോ മാതാവാണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. മാതാവ് നീല അങ്കി ഞാൻ കാണുകയൊക്കെ ചെയ്തു, നീല നിറത്തിൽ ഞാൻ കാണുകയൊക്കെ ചെയ്തു. അപ്പം അന്ന് എന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു സാക്ഷ്യത്തിൽ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പിന്നെ പറഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടിട്ടുമില്ല, അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ പറഞ്ഞു, എന്നോട് ചോദിച്ചു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നോർമലാണ്, 14 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു കടുകുമണി പോലെ ചെറിയൊരു ഇതേ കാണുന്നുള്ളൂ, ഓപ്പറേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നതാ ചെയ്തതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് തമ്പുരാൻ എന്നെ ഒന്ന് തൊട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഡോക്ടറെ, മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് സാക്ഷ്യം പറയാനുള്ളതാണ്, ഞാൻ നേർന്നതാണ്, സാക്ഷ്യം പറഞ്ഞോളാന്ന്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിപ്പോർട്ടൊന്ന് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ റിപ്പോർട്ടും കൊണ്ടാണ് ഇന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്കിന്ന് മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ അനുവദിച്ചത്. മാതാവിന് 1000 നന്ദി പറയുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട, അപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗുളിക കഴിച്ചിട്ട് 2 വർഷത്തോളമായി, ഞാൻ ഗുളിക തൊടുന്നില്ല, കഴിക്കുന്നുമില്ല ഡോക്ടറെ, ഗുളിക കഴിക്കാതെയാണോ ഇത് മാറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഇത് ഗുളിക കഴിക്കാതെ തന്നെയാണ് മാറിയത്, ഞാൻ തൈലം തൊടുന്നുണ്ട് എന്നല്ലാതെ ഞാൻ ഗുളിക കഴിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ സന്നിധിയിൽ ഞാനിത് ഇപ്പോഴും ഞാൻ ഗുളിക ഒന്നും കഴിക്കുന്നില്ല, ഞാൻ കഴിക്കുന്നുമില്ല. കാരണം തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ദിവസവും ഞാൻ കുർബാന മുടക്കാറില്ല, കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത, എനിക്ക് നടുവിന് പ്രശ്നമുള്ളതാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മരുന്ന് അങ്ങനെ കഴിക്കേണ്ടി വന്നു. മറ്റേത് എന്നും ആസ്പത്രിയിലായിരുന്നു, എന്നും അതെ, ഒന്നിക്കൊന്നരാടെ ഞാൻ ആസ്പത്രി കയറി ഇറങ്ങണമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഗുളികയൊന്നും കഴിക്കുന്നില്ല. ദേവാലയത്തിൽ പോകാൻ വിശുദ്ധ കുർബാന ആത്മാർത്ഥമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2ാമത് കുംസാരം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ കുംസാരിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധസദനത്തിൽ പോയി മാതാപിതാക്കളോട് കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. തുണി കഴുകുക, റൂം അടിച്ചു വാരി തുടയ്ക്കുക, അവരെ കുളിപ്പിക്കുക, ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്, വൃദ്ധസദനത്തിൽ കൊടുക്കാറുണ്ട്, അല്ലാതെ ആസ്പത്രികളിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. മറ്റേത് എനിക്ക് ഭയങ്കര അലസതയായിരുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറച്ചിലല്ലാതെ ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപം കൂടുതലാണ്. ഒന്ന് പറഞ്ഞ് 2ാം വാക്കിനെ എടുത്തു ചാടും, ഈ കാര്യമൊന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യില്ല, ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്.
എനിക്ക്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് തൈറോയ്ഡുള്ളവർക്ക് ദേഷ്യം കൂടുതലാണ്. പക്ഷേ തൈറോയിഡിൻ്റെ ദേഷ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഞാൻ ചോദിക്കുന്ന വഴിയൊന്നും ഞാൻ തമ്പുരാനോട് ഓർമ്മ വെച്ച സമയം മുതൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അമ്മയുടെ വിശ്വാസം കണ്ടാണ് ഞാൻ വളർന്നതെങ്കിലും അമ്മയുടെ വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും എന്നല്ലാതെ അങ്ങനെ ആത്മാർത്ഥതയോടുള്ളൊരു പ്രാർത്ഥനയൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഈ കൊന്തയൊക്കെ ചെല്ലണ സമയത്താണെങ്കിലും എപ്പോഴും ഉറക്കം തൂങ്ങിയേ ചെല്ലുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ഈശോപ്പനും കോടാനുകോടി നന്ദി. ജിനി ജിൻസ്, ഞാൻ സെൻറ് ആനീസ് ഫോറൻ ചർച്ച് ഇടവകാംഗമാണ്. 2/4/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇതെൻ്റെ ഭർത്താവ് ജിൻസ് ജോസഫ്, ഇതെൻ്റെ മകള് ജിയ ജിൻസ്, ഒരു മകൻ കൂടിയുണ്ട് എനിക്ക്, ജിവിറ്റ് ജിൻസ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 10 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, തലവേദന, യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെ. 2023 അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് ബസ്സിൽ കയറിയതിന് ശേഷം ഭയങ്കര തലവേദനയായിരുന്നു. ഞാനൊരു തലവേദനയുടെ ഗുളിക കഴിച്ചിട്ട് അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഈ യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴുള്ള തലവേദന മാറ്റിത്തരണമെന്ന്. അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ആ 2 സാഹചര്യങ്ങളിലും എനിക്ക് തലവേദന വന്നിട്ടില്ല. പിന്നെ ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഉദരസംബന്ധമായിട്ട് വയറ് വീർക്കുകയും വളരെയധികം അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തു. ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരിക, അതുപോലെ തന്നെ ഭയങ്കര അസിഡിറ്റി വന്നിട്ട് പുള്ളിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതിന് മുന്നേ അവിടുത്തെ ഹിസ്റ്ററിയിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ടായിരുന്നായിരുന്നു. അതുകൊണ്ട് 1.5 വർഷം കഴിഞ്ഞതായതുകൊണ്ട് ഇനി നമുക്ക് ഒരു MRI സ്കാൻ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ലിവറിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള എല്ലാ ഡെയിലി ബ്ലഡ് പ്രാർത്ഥനയിലും അച്ഛൻ പറയുമായിരുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ പേപ്പറുകളോ പരീക്ഷയോ എന്തിൻ്റെ കൊണ്ടെങ്കിൽ ആ പേപ്പർ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും MRIയുടെ സ്കാനിങ്ങിൻ്റെ പേപ്പർ വെച്ച് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. MRI എടുത്തിട്ട് തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് മേടിക്കാൻ അവർ ചെല്ലാൻ പറഞ്ഞത്. ആ റിസൾട്ട് മേടിക്കുന്നതിൻ്റെ തലേദിവസം എനിക്ക് ഇതുപോലെ തന്നെ ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഡോക്ടർ വന്നിട്ട് MRI റിസൾട്ട് കുഴപ്പമില്ല, പക്ഷേ വേറെ എന്തോന്നും പറഞ്ഞിട്ട് ഡോക്ടർ തിരിഞ്ഞ് നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ MRI റിസൾട്ട് നോർമലാണെന്ന് പറഞ്ഞു, പക്ഷേ എൻഡോസ്കോപ്പി ഒന്ന് ചെയ്ത് നോക്കണം, കുടലുകളുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പിക്കും ഡേറ്റ് വന്നു. അതും ഞങ്ങൾ ഇതുപോലെ തന്നെ ഡെയിലി ബ്രെഡിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും തൈലം തേക്കുകയും വയറിലും തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും നമ്മളിതുപോലെ പിള്ളേരാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. മകൻ എന്നും വിശ്വാസപ്രമാണം ചൊല്ലി തൈലം തേച്ചിട്ടേ ക്ലാസ്സിൽ പോവുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും തുടർന്നുകൊണ്ടിരുന്നായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ജ്യൂസി പോലുള്ളൊരു പദാർത്ഥം സ്കാനിങ്ങിനെടുത്തു. അപ്പോഴും നമുക്ക് ടെൻഷനായി. ഇനി അവർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ നമ്മൾ വളരെ സങ്കടപ്പെട്ടായിരുന്നിരുന്നേ. ഇനി ഇതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞായിരുന്നു ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നിരുന്നേ. ആ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു മാതാവിൻ്റെ. അപ്പം ഞങ്ങൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, മാതാവേ, ഇത്രയും ദിവസം ടെൻഷനായിരുന്നു, ഇന്നും ഡോക്ടർ നമുക്കൊരു മറുപടി തരാൻ നേരത്ത് ഞങ്ങൾക്ക് ഇനി സങ്കടപ്പെടുത്തേണ്ട ഒരു ആൻസർ തരില്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എൻഡോസ്കോപ്പിയുടെ റിസൾട്ട് പറയാനായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻഡോസ്കോപ്പി നോർമലാണ്, പ്രശ്നമൊന്നുമില്ല, ജ്യൂസി പോലുള്ള അതെടുത്ത് അത് കുഴപ്പമൊന്നുമില്ല, അത് നോർമലായിട്ട് അതിൻ്റെ റിസൾട്ട് വരുമെന്ന് അന്നേരം അവിടെ വെച്ച് തന്നെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. അത് ദൈവത്തിൻ്റെയും മാതാവിൻ്റെ ഒരു കരുണയാൽ മാത്രമാണ് ഇത് നേടുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരാനായിട്ടിരുന്നപ്പോൾ എനിക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട്, ഹസ്ബൻഡിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ശരിക്കും ഓഗസ്റ്റ് മുതൽ ഒരുങ്ങി നടക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ എല്ലാവരോടും കൂടി വന്നിരുന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. മോള് നേഴ്സിങ്ങിന് BSc നേഴ്സിങ്ങിന് കോയമ്പത്തൂർ പഠിക്കണേ. അപ്പോൾ ഇവൾക്കും മകനും വരാൻ സാധിക്കാത്തതിനാൽ എൻ്റെ സാക്ഷ്യം പറയാൻ വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനായിട്ടൊരു സമയം ഒരുക്കി തന്നെയെന്ന് പ്രാർത്ഥിച്ചിരുന്നായിരുന്നു. അതിന് ദൈവം ഇന്നാണ് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നത്. അതിനും ദൈവത്തിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരാനായിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് തടസ്സം വന്നു. ഞാൻ ഏറ്റവും മുമ്പ് തന്നെ ഞാൻ വന്നായിരുന്നു. ഇവർ കാറിന് പിന്നീട് വരിക ചെയ്തായിരുന്നേ. ഞാൻ പോന്നപ്പോൾ എൻ്റെ 2 വീലർ ബ്രേക്ക് കിട്ടാതെ വന്ന് റോട്ടിൽ മറിയുകയും അവിടെയുള്ള ആൾക്കാർ മൊത്തം ഓടിക്കൂടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അത്
മറിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ല. എൻ്റെ മുട്ടിൽ മാത്രം ഇച്ചിരി ഒരു പോറൽ മാത്രമേ എനിക്ക് സംഭവിച്ചുള്ളൂ. തടസ്സങ്ങൾ ഉണ്ടായാലും മാതാവും തിരുക്കുമാരനും എന്നെ ഇവിടം വരെ എത്തിച്ചതിനും എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പത്രങ്ങൾ എല്ലാ മാസവും ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകും. ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ മാസത്തിലൊരിക്കലും ഞങ്ങൾക്ക് അവിടെ ആവേ മരിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഉടമ്പടി എടുത്ത എല്ലാവരും. ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരു വ്യക്തിക്ക് ചികിത്സാ സഹായം എല്ലാവരോടും കൂടി ചെയ്യും എല്ലാ മാസവും. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ ചോറ് ഒരാഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയുള്ള കാര്യപ്രവൃത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ വിൻസെൻ്റ് ഡി പോളിൽ ഞാൻ അംഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ടായിരിക്കുകയും അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാനും പിള്ളേർക്ക് അതൊരു ശൈലിയായി മാറിയപ്പോൾ അവരതുപോലെ തന്നെ തൈലം തേച്ച് എന്ത് കാര്യത്തിന് പോയാലും തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.